വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പ്രഗ്നൻ്റ് ആകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഭക്ഷണ കാര്യങ്ങളെ പറ്റിയിട്ട്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിനെയും നട്ട്സിനെയും ഒക്കെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് എല്ലാ നട്ട്സിനെയും എടുത്ത് പറയുന്നില്ല, എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് നട്ട്സിനെ ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പറയേണ്ട കുറച്ച് നട്ട്സിനെ സോർട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ നട്ട്സിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോക്സ് നെറ്റിനെ പറ്റിയിട്ടാണ്. ഫോക്സ് നെറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള സ്റ്റോറുകളിലും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഈ ഫോക്സ് നെറ്റ് അല്ലെങ്കിൽ നമുക്ക് മഖാന എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്നതാണ്. ഈ മഖാന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു, ഫീമെയിൽ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. യൂട്രസിന്റെ ലൈനിങ് എന്ന് പറയുന്നതാണ് എൻഡോമെട്രിയം ലൈനിങ്. ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. ഈ എൻഡോമെട്രിയം ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞ് വളർന്നു തുടങ്ങുന്നത്. അതിന്റെ ആ കുഞ്ഞിന്റെ റൂട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് ഈ എൻഡോമെട്രിയം ലൈനിങ്ങിലാണ്. അപ്പോൾ ആ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന് കൃത്യമായിട്ട് തിക്നെസ് ഇല്ല എങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു ഫോക്സ് നട്ട് നമ്മൾ കഴിക്കുന്നത് നന്നായി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പ്രിവെന്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സെർവിക്സിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. PCOD തൈറോയിഡ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനെ ഒരുപാട് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ വെയിറ്റ് ലോസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഓവറീസിന്റെ ഹെൽത്തിനെ സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് സഹായിക്കുന്നു. സെർവിക്സിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് അവിടെ നടക്കുകയാണെങ്കിൽ അത് പ്രഗ്നൻസി പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സെർവിക്സ് മാത്രമല്ല നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബും എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇത് കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഇനി പുരുഷന്മാരിലെ ഏർലി ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും പുരുഷന്മാരുടെ സ്പേമിന്റെ കൗണ്ട് കൂട്ടുന്നതിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഫോക്സ് നട്ട് കഴിക്കുന്നത് സഹായിക്കുന്നു. ഈ ഫോക്സ് നട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബർ, മാഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം എന്നിവ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരു പരിധിവരെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ ഫോക്സ് നട്ട് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫോക്സ് നട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിലുള്ള ഫോക്സ് നട്ടാണ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളൊരു പാനിലെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിങ്ങനെ ഞെക്കി നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്ത് ഒരു പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കില്ലേ, അതുവരെ നിങ്ങൾ നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈഡ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫോക്സ് നട്ട് നിങ്ങൾ കഴിക്കേണ്ടത് 3, 4, 5 മാക്സിമം അത്രയും നിങ്ങൾ ഫോക്സ് നട്ട് എടുത്ത് കഴിച്ചാൽ മതിയാവും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഈ ഫോക്സ് നട്ടിന്റെ കൂടെ തന്നെ എടുത്ത് കഴിക്കേണ്ട ഒന്നാണ് ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ബ്ലാക്ക് റൈസിൻ അഥവാ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് തലേ ദിവസം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലൊക്കെ നമ്മൾ കുടിക്കുന്നത് ഈ ഒരു നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഈ ബ്ലഡ് ഫ്ലോ നമ്മുടെ ഓവറീസിന്റെ ഭാഗത്തോട്ടും നമ്മുടെ യൂട്രസിന്റെ ഭാഗത്തോട്ടും കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഒരു എംബ്രിയോ നന്നായിട്ട് വളരുന്നതിനുള്ള വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അതിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതിനും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിന്റെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിനും അത് സഹായിക്കുന്നു. ഉണക്കമുന്തിരിയും നിങ്ങൾക്ക് ഒരു 5 എണ്ണമൊക്കെ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം. അതല്ല എങ്കിൽ ഈ ഫോക്സ് നട്ട് കഴിക്കുന്നതിനോടൊപ്പം ഒരു പ്ലേറ്റിൽ നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊരു 5 എണ്ണം നിങ്ങൾ എടുത്തിട്ട് കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് ബദാമും 4മത്തേന്ന് പറയുന്നത് വാൾനട്ടും ആണ്. ഈ ബദാമിനെയും വാൾനട്ടിനെയും പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ വാൾനട്ടും അതുപോലെ ബദാമും നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും പെടുത്താവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള omega 3, omega 6,
ഫൈബർ, സിങ്ക്, കാൽസ്യം, മാഗ്നീഷ്യം എന്നിവ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഓവറോൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ വാൾനട്ടിലും മാഗ്നീഷ്യവും കോപ്പറും omega-3 omega-6 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ, വിറ്റമിൻ ഇ ഇതെല്ലാം വാൾനട്ടിലും അടങ്ങിയിട്ടുണ്ട്. ഈ വാൾനട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നിങ്ങൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഈ പറയുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. കുറച്ച് ഫോക്സ് നട്ട് എടുക്കുക, കുറച്ച് ഉണക്കമുന്തിരി എടുക്കുക, ഒരു 3 4 5 ഉണക്കമുന്തിരി എടുക്കുക, ഒരു 4 ബദാം എടുക്കുക, അതുപോലെ 1 2 വാൾനട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡ്രൈ ഫിഗ് ആണ്. ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങിയ അത്തിപ്പഴം നിങ്ങൾക്ക് ഡ്രൈ ഫിഗ് ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഈ ഡ്രൈ ഫിഗ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഈ ഡ്രൈ ഫിഗിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അയേൺ അടങ്ങിയിട്ടുണ്ട്, സിങ്ക് ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, വിറ്റമിൻ B12 ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇതും എഗ്ഗിന്റെ ഗ്രോത്തിനും ഓവുലേഷൻ നടക്കാനായിട്ടും സ്പേം ഹെൽത്തിനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങളൊരു എടുത്തിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിപ്പോൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള സമയം നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ഇത് കഴിക്കുക. കാരണം നമ്മൾ ആ ഒരു ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ ലഞ്ചൊക്കെ ഒന്ന് ദഹിച്ച് പിന്നീട് നമുക്കൊരു വിശപ്പ് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശരീരത്തിൽ കിട്ടും. നമ്മൾ കുറച്ചു നേരം ഒന്ന് ഫാസ്റ്റിംഗിൽ നിന്നിട്ട് ഏത് ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത് അതിന്റെ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കിട്ടുമെന്നാണ് നമ്മളെ ഡോക്ടേഴ്സും അതുപോലെ പഠനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് പറയുമ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾക്ക് കുറച്ചൊരു പുച്ഛമുണ്ട്. കാരണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ എന്നുള്ളൊരു പുച്ഛമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻ തരുമ്പോഴേക്കും ഫോളിക് ആസിഡിന്റെ മെഡിസിൻ തരുമ്പോൾ അതിൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് ഉണ്ട്, അയേണിന്റെ മെഡിസിൻ തരുമ്പോൾ അതിൽ അയേണിന്റെ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എഴുതുന്ന മരുന്ന് എന്ന് പറയുന്നത് ഈ ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതുന്നത്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതുന്നത്? നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അത് മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള പറയത്തക്ക രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് എൻഡോമെട്രിയസ് പോലുള്ള ബ്ലോക്കേജ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. PCOD ഉണ്ടായിട്ടും 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ PCOD നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. തൈറോയ്ഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാത്തിനും കൂടെ ഇതൊക്കെ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റിയും അതുപോലെ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സാധ്യതയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു PCOD ഉള്ള സ്ത്രീ ആണെങ്കിലും തൈറോയ്ഡ് ഉള്ള സ്ത്രീ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുമൂലം ഇതിന്റെയൊക്കെ വിറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നു. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത് നിങ്ങളുടെ ശരീരത്തെ തയ്യാറാക്കുന്നു. ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം പ്രൊഡ്യൂസ് ആവുകയും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് എളുപ്പം സാധിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. ഏകദേശം നിങ്ങളൊരു വിശന്നിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. നിങ്ങളൊരു വിശപ്പ് വരുന്ന സമയത്ത് നിങ്ങളിത് കഴിക്കുക. അതുപോലെ തന്നെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടുതലായിട്ട് എടുത്ത് കഴിക്കരുത്. ബദാം ആണെങ്കിലും ഒരു 3 4, അതുപോലെ ഡ്രൈ ഫിഗ് ആണെങ്കിൽ 2 എണ്ണം, വാൾനട്ട് ആണെങ്കിൽ ഒരു 3 എണ്ണം, അതുപോലെ ഉണക്കമുന്തിരി ആണെങ്കിൽ ഒരു 5 എണ്ണം, ഫോക്സ് നട്ട് ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 അങ്ങനെ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുന്നതിന് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് പുരുഷന്മാർക്കും കൊടുക്കാവുന്നതാണ്. ഈ വിറ്റമിൻസ് എല്ലാം പുരുഷന്മാരുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും ഓവറോൾ അവരുടെ സ്പേമിന്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും അതിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ ഈ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.